കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ നല്ലൊരു പനീർ പുലാവിൻ്റെ റെസിപ്പി തയ്യാറാക്കിയാലോ. അപ്പോൾ ഓഫീസിലേക്കും കൊടുത്തുവിടാൻ നല്ല എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുലാവാണ്. അപ്പോൾ നമ്മളിത് ഒരു അടി കട്ടിയുള്ള പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമുക്ക് ഒരു വലിയ കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ബട്ടർ നല്ലോണം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെള്ളെണ്ണ കേട്ടോ. വെള്ളെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ചേർക്കാം. പിന്നെ നമ്മൾ കുറച്ച് ജീരകം ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു അര കഷ്ണം സവാളയും പച്ചമുളകും അതുപോലെ കുറച്ച് ക്യാരറ്റും പിന്നെ കുറച്ച് ക്യാപ്സിക്കും ചേർക്കാം. അതുപോലെ തന്നെ ഒരു കഷ്ണം തക്കാളി ചെറുതായി അരിഞ്ഞതും കുറച്ച് ഗ്രീൻ പീസും ചേർക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ചേർത്തത് ഫ്രോസൺ ആണ്. അപ്പോൾ അതും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ഒരുപാട് അങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്കിത് കടിക്കാൻ കിട്ടണേ പച്ചക്കറികളൊക്കെ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ പൊടീൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരൊന്ന് വഴറ്റാം. അതിനുശേഷം പച്ചക്കറികൾ ഒന്ന് കുക്കായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പനീറിൻ്റെ ക്യൂബ്സ് ആട്ടോ. അപ്പോൾ അത് കുറച്ച് അധികം എടുക്കണേ. അതും കൂടിയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ മസാലയൊക്കെ പനീറിൽ പിടിച്ച് കിട്ടിയാൽ അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ച ബസ്മതി റൈസും അതുപോലെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങേൻ്റെ നീരും കൂടിയാണ്. അതും കൂടിയും ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് തീ മാറ്റിയതിന് ശേഷം നല്ല പോലെ നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ മിക്സ് ചെയ്തെടുക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ പനീർ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. താങ്ക്